കാണാൻ പോകുന്നത് തത്തകളുടെ വ്ളോഗിലാണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് പാരറ്റ്സ് കൂടി ഉണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നവംബർ 1-ാം തീയതിയാണ്. നവംബർ 1-ാം തീയതി ആയപ്പോൾ ഇപ്പോൾ നമ്മൾ പീജൻ ഫോർജിലാണ് നിൽക്കുന്നത്. സ്മോക്കി മൗണ്ടനിൽ തന്നെയുള്ള ഒരു പാരറ്റ് മൗണ്ടനാണ് പീജൻ ഫോർജ്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള തത്തകളൊക്കെ ഉണ്ട്. നമുക്ക് പോയി കാണാം. ഇവിടെ പുറത്തുനിന്ന് നമുക്ക് ഓരോരോ പാരറ്റ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. ഈ സൈഡിലായിട്ട് റെഡും ബ്ലൂ കളറിലെ നല്ല പാരറ്റ്സ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ സൈഡിലായിട്ട് തന്നെ വലിയൊരു പംകിൻ വെച്ചിട്ടുണ്ട്. പംകിൻ ഫെസ്റ്റിവലൊക്കെ ആയിരുന്നു ഒക്ടോബർ മാസം. അതുകൊണ്ടാണ് പംകിൻസൊക്കെ വെച്ചേക്കണത്. നമുക്ക് ഈ അകത്ത് പോയി നോക്കാം. ഈ സൈഡിലായിട്ട് വേറെ പാരറ്റ് ഇരിക്കുന്നുണ്ട്. ഹലോ ഹലോ ഹലോ. ആദ്യം നമ്മൾ ബേബി ബേർഡ് നഴ്സറിയാണ് കണ്ടത്. അവിടെ ഒരുപാട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പക്ഷികളും പുതിയതായിട്ട് കൊണ്ടുവന്ന പക്ഷികളൊക്കെ ഇവിടെ ഉണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലോണം പോസ് ചെയ്ത് തരുന്നുണ്ട്. ചുറ്റും പക്ഷികളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. ഇവിടെ തത്തയെ കൂടാതെ വേറെ വെറൈറ്റീസ് ഓഫ് വേറെ പക്ഷികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് കൂടെ പോയിട്ട് നമുക്ക് നോക്കാം. ഹോസ്പിറ്റലൊക്കെ
ഇവിടെ വന്ന കുട്ടികളൊക്കെ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു ഓരോരോ പക്ഷികളൊക്കെ കാണുമ്പോൾ. ഇപ്പോൾ നമ്മൾ ബേർഡ് ഗാർഡൻസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് പാരറ്റ്സൊക്കെ ഉണ്ട്. ഇതുപോലെ പാരറ്റ്സിനെയൊക്കെ നമുക്കും വെച്ച് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. വളരെ നല്ലൊരു അമേസിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഈ സ്റ്റാഫ് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഓരോ പാരറ്റ്സിനെ കുറിച്ച് പറഞ്ഞു തരാനായിട്ടാണെങ്കിലും ഒക്കെ വളരെ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റാഫൊക്കെ ആയിരുന്നു അവിടെ. സൗത്ത് അമേരിക്കയിൽ കൊണ്ടുവന്ന മെക്കാവോ എന്ന ഇനത്തിൽപ്പെട്ട തത്തകളാണ് കൂടുതലും ഇവിടെ ഉള്ളത്. ഇതുപോലെ വെറൈറ്റീസ് ആയിട്ടുള്ള കളേഴ്സിലുള്ള ഒരുപാട് തത്തകളിവിടെ ഉണ്ട്. ഈ പക്ഷികളൊക്കെ പറന്നു പോവില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും, പക്ഷെ അവർ പറന്നു പോവില്ല. കാരണം അവരുടെ ചിറകുകളെല്ലാം ട്രിം ചെയ്ത് വെച്ചിരിക്കുവാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ വളരെ അനുസരണയോടുകൂടി ഈ ഒരു മരക്കൊമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കും, കലപില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളെ രസിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. അപ്പൊ ഒരു പാരറ്റ് എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ആദ്യം എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു, ഇപ്പൊ അത്ര പേടിയില്ല. എന്നാലും ഇവൻ കയ്യിൽ ഇരിക്കുന്നുണ്ട്, വഴുതി പോകുന്ന എനിക്ക് ചെറിയ പേടിയുണ്ട്. ഹലോ 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 ഹലോ, വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ നെയിം? ഹായ്. കൗ എന്ന് പറഞ്ഞ തത്തയാണ്. ഒരു 1.5 ലക്ഷം രൂപയിൽ വരും ഈ ഒരു പാരറ്റിന്. ഇത് നല്ല അനുസരണയുള്ള പാരറ്റാന്ന് തോന്നുന്നു കേട്ടോ. ഇവർ ഇതിനെ ട്രെയിൻ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കൈ കാണിച്ചാൽ വരുന്നുണ്ട്. ഹലോ, പേരുണ്ട്. പേര് വിളിച്ചിട്ട് ഹലോ പറഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യും. പക്ഷെ ഈ ബേർഡ് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഹലോ, ഇതൊരു കുഞ്ഞു പാരറ്റാണ്. എനിക്ക് മറ്റേ പടത്തില് മറ്റേ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കണ പോലെ ഫോണിൽ രാത്രി വരെ ബിസ്ക്കറ്റ് കൊടുക്കും. What's his name? Skittles. ഇത് സ്കിഡിൽസ് എന്ന് പറഞ്ഞ പക്ഷിയാണ് കേട്ടോ. പാരറ്റിന്റെ പേരാട്ടാ സ്കിഡിൽസ് എന്ന്. Oh, don't go. Oh. Just keep your head a little away from that person. She won't do that.
ഒരു പാരറ്റിനെ തരുള്ളൂ എന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ ചെറിയ 2 പാരറ്റ്സിനെ എന്നെ കയ്യിൽ വെച്ച് തന്നിട്ടുണ്ട്. വലിയ പാരറ്റ്സിനെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല ക്യൂട്ടാണ്. ട്രെയിൻഡ് ആയിട്ടുള്ള തത്തകളായതുകൊണ്ട് നല്ല അനുസരണയോടെ ഇരിക്കുന്നുണ്ട്. അടുത്തേക്കൊന്ന് വന്നു, അടുത്തേക്കൊന്ന്. ഈ 2 വലിയ പാരറ്റ്സിനെയും അടുത്തടുത്ത് നിർത്തിയാൽ അവർ കുത്തു ഓടുന്നാണ് ആ സ്റ്റാഫ് വന്ന് നമ്മളോട് പറഞ്ഞത്. ഒരു കറുത്ത മെറ്റാവും സുന്ദരിയാണ്. ഇന്നലെ ഹാലോവിൻ്റെ ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ വലിയ വലിയ പംകിൻസ് ഒക്കെ വെച്ച് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒറിജിനൽ പംകിൻസ് ആട്ടോ. ഈ പീജിയൻ ഫോർജ് ഒരു വെക്കേഷൻ ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കുറച്ചും കൂടെ കാഴ്ചകൾ കാണാനുണ്ട്. നമുക്കതൊക്കെ കാണാം. ഈ വെള്ള വീട് കണ്ട ഒരു തലകുത്തി ഒരു വീട് അങ്ങനെ തലകുത്തി. ഇപ്പൊ ഞാനൊരു സൂത്രം കാണിച്ചു തരാം. വonderworks എന്ന് പറയുന്ന ബിൽഡിംഗ് ആണ്. നമ്മുടെ പാരറ്റ് മൗണ്ടൈൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. അപ്പം ഇതിൻ്റെ അകത്ത് എന്താ സംഭവം നോക്കിയിട്ട് വരാം. ഈ വണ്ടർവർക്സിനെ കുറിച്ച് ഞാൻ വായിച്ചിരുന്ന ഒരു രസകരമായിട്ടുള്ളൊരു കഥ എന്താണെന്ന് വെച്ചാൽ, പ്രൊഫസർ വണ്ടർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ രഹസ്യമായിട്ടുള്ള ഒരു ലബോറട്ടറിയിൽ ചുഴലിക്കാറ്റിൻ്റെ ശക്തി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ അതിലെന്തോ ഒരു തെറ്റ് സംഭവിച്ചു. ചുഴലിക്കാറ്റ് വളരെ ശക്തമായിട്ട് ആഞ്ഞടിച്ചു ആ ലബോറട്ടറിയെ 100 മൈൽ അകലെ കൊണ്ടുവന്ന് തല കീഴായി നിർത്തി. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത് സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡോർ അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ഇതിൻ്റെ അകത്ത് കയറി അപ്പോൾ ഇവിടെ മാസ്ക് കമ്പൽസറി ആണ്. അപ്പോൾ തലകുത്തി നിൽക്കുന്ന വീടായതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള എല്ലാം ഇങ്ങനെ തലകുത്തി വീഴാൻ പോകുന്ന ഒരവസ്ഥയിലാണ് എല്ലാ സാധനങ്ങളും വെച്ചിരിക്കുന്നത്. പെയിൻറ്റിങ്സ് ആയാലും തലകുത്തിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അതുപോലെയാണ് ഈ ബിൽഡിംഗ് തീർത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു തീം പാർക്കിൻ്റെ ഉള്ളിൽ കയറി നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. നമ്മള് നേരെ പോണത് നമുക്ക് തോന്നാണ്. ഞാൻ നടന്നോ നേരെ പോണത്. ഒപ്റ്റിക്കൽ ഇലൂഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഇൻവേർഷൻ ടണൽ. ഇതിലൂടെ നടന്നു പോകുമ്പോൾ ഇതിന് ചുറ്റുമുള്ള ലൈൻസാണ് ഇങ്ങനെ കടന്ന് കറങ്ങുന്നത്. നമുക്ക് തോന്നും നമ്മൾ കറങ്ങി തിരിഞ്ഞു പോകുന്ന പോലെയൊക്കെ. എങ്ങനെ തോന്നാതിരിക്കും, നമ്മളൊരു ഇൻവേർട്ടഡ് ബിൽഡിങ്ങിൻ്റെ അകത്തല്ലേ പോകുന്നത്. അപ്പോൾ അതുപോലുള്ള ഒരു എക്സ്പീരിയൻസ് കണ്ടിട്ട് വേണം നമ്മൾ അകത്തുള്ള കാഴ്ചകൾ കാണാൻ പോകാൻ. കൂടുതലും കുട്ടികൾ ഉദ്ദേശിച്ചിട്ടുള്ള പാർക്കാണ്. എന്നാലും ഇവിടെ കാണിക്കുന്ന ഓരോ ഐറ്റംസ് പിന്നെ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് സ്പേസ് ഡിസ്കവറി സോണിലേക്കാണ്. നമ്മുടെ ആദ്യത്തെ എക്സ്പെരിമെൻ്റ് ഇൻഡോർ റോപ്പ് കോഴ്സാണ്. ഈ ഒരു റോപ്പിൽ കയറി നമ്മൾ ഈ സ്റ്റെപ്പ് മുഴുവനും നടന്ന് ഫുൾ ഒരു റൗണ്ട് അടിച്ചിങ്ങനെ വരണം. അപ്പോൾ ചുറ്റും ഇങ്ങനത്തെ ലൈറ്റും എഫക്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊരു സ്പേസിലെത്തിയൊരു പ്രതീതി നമുക്ക് തോന്നും.
ഇതൊരു വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഗെയിംസൊക്കെ ആക്സസ് ചെയ്യാം. എർത്ത് ക്വേക്കിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് കഫേയാണിത്. സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന എർത്ത് ക്വേക്കിൻ്റെ പിക്ചറൈസേഷനാണ് ഇവിടെ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ ശരിക്കും വെള്ളം താഴോട്ട് വീണുകൊണ്ടിരിക്കുവാണ്. പക്ഷേ ലൈറ്റ് എഫക്ട്സ് ഒക്കെ വെച്ചതുകൊണ്ട് നമുക്ക് ഈ വെള്ളം പൊക്കത്തോട്ട് പോകുന്ന പോലെ തോന്നും. ഇതുപോലെ ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഈ വണ്ടർ വർക്സിൻ്റെ അകത്തുണ്ട്. വാക്സ് മ്യൂസിയംസും അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ഉള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ഹബ്ബാണ് പീജൻ ഫോർജ്. അങ്ങനെ സ്മോക്കി മൗണ്ടൻ്റെ വീഡിയോസൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഓസം ഓട്ടം എന്ന് പറയുന്ന വീഡിയോ സീരീസിൽ പുതിയ പുതിയ വീഡിയോസൊക്കെ വരും. അത് നമുക്ക് ഒന്നിച്ചിരുന്ന് കാണാം. അതിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.